Inspire and Lead with Preetha. ഇന്ന് നമ്മളൊരു യുണീക്ക് റെസിപ്പിയാണ് വെക്കാൻ പോകുന്നത്. സാധാരണ ബ്രിഞ്ചോൾ അല്ലെങ്കിൽ വഴുതനങ്ങ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് തീയൽ അല്ലെങ്കിൽ ഒരു മെഴുക്ക് വരട്ടി. ഇന്ന് പക്ഷേ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ലെണ്ണയിട്ട് വെളുത്തുള്ളിയും നല്ലെണ്ണയിട്ട് ഒരു ഡിഷ് ഈ ബ്രിഞ്ചോൾ വെച്ച് ചെയ്യാൻ ചെയ്യുന്നത്. പക്ഷെ ഇതിൻ്റെ സോസിൻ്റെ അകത്ത് ഇതിൻ്റെ ട്രിക്ക് ഇരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ഡാർക്കായിട്ടുണ്ട് നല്ലെണ്ണ അത് വേണം. ബാക്കിയെല്ലാം വളരെ സിമ്പിളായിട്ട് ഉണ്ട കാര്യങ്ങൾ. ഉള്ളി, റെഡ് പെപ്പർ, കുറച്ച് ഉലുവ ഇല, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് വറ്റൽ മുളക് എടുക്കാം. പക്ഷെ ഞാനിവിടെ എടുത്തേക്കുന്നത് ഉരുണ്ടിരിക്കുന്ന ഉണക്കമുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഇതൊന്ന് പൊങ്ങിയൊക്കെ വന്ന് നല്ല അപ്പീലിംഗ് ആയിട്ടിരിക്കും. പിന്നെ എന്താ സോസ് നമ്മുടെ ഡാർക്ക് സോയാ സോസും അത്രയൊക്കെ ഉള്ളൂ. ക്രഷ്ഡ് പെപ്പർ, പിന്നെ ഗാർണിഷ് ചെയ്യാൻ ഇച്ചിരി ഉള്ളിത്തണ്ടും മല്ലിയല്ല. അതിൻ്റെ പുറത്ത് ഇത് വെള്ള എള്ളും കൂടെ വേണം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം നമുക്ക് ബ്രിഞ്ചോൾ അരിയാൻ തുടങ്ങാം. അപ്പോൾ ബ്രിഞ്ചോൾ കട്ട് ചെയ്യുന്ന ഓഫ്കോഴ്സ് അതിൻ്റെ അറ്റമൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് നമുക്കിതുപോലെ സ്ട്രിപ്സായിട്ടാണ് ഇത് വേണ്ടിയത്. ഇത് വളരെ സ്പീഡിൽ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണ്. ഒട്ടും ആവിയൊന്നും ബ്രിഞ്ചോളം കുക്കാകത്തില്ല. കുറച്ച് ഒന്ന് സ്റ്റീം കയറുമ്പോഴേ നമ്മളങ്ങ് ഓഫ് ചെയ്യും. നമ്മളിങ്ങനെ നീളത്തിൽ അരിയുന്നത്. ബ്രിഞ്ചോൾ ഇനിയും നമ്മൾ കുക്ക് ചെയ്യാൻ പോവുക. അന്ന് പാൻ നല്ലോണം ഹീറ്റഡ് ആയി കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഡാർക്ക് നല്ലെണ്ണയാണ്. ഇതിങ്ങനെ ഇരിക്കും. ഇതില്ലെങ്കിൽ സാധാരണ നല്ലെണ്ണയും മതി. സെസമി ഓയിൽ. ഇപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഡാർക്ക് സെസമി ഓയിൽ ഇടുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഉരുണ്ട വറ്റൽമുളക് പോലെ ഇരിക്കും. ഇത് റൗണ്ട് ഡ്രൈഡ് ചില്ലിയാണ്. അല്ലെങ്കിൽ നീളത്തിലുണ്ട വറ്റൽമുളകും നിങ്ങൾക്കിടാം. എന്നിട്ട് ഉള്ളി വഴറ്റാം. അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും, ഇതിപ്പോൾ ഞാൻ ഒരു വലിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ഒരു 5-6 വെളുത്തുള്ളിയും അരിഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ മുളക് ഉരുണ്ടിരിക്കും. നല്ല കാണാനും നല്ല ഭംഗിയാണ്. ഒരു വെറൈറ്റി. നല്ലെണ്ണ വെച്ച് കുക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം അത് ഹാർട്ടിനും ആർത്രൈറ്റിസിനും ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഉള്ള ഒരു എണ്ണയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് സെസമി ഓയിൽ വെച്ച് കുക്ക് ചെയ്യുന്നത് ഹെൽത്തിയാണ്. വെളുത്തുള്ളിയും ഉള്ളിയും ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഉലുവ ഇല ഒന്നിടാം. അല്ലെങ്കിൽ മേത്തി ലീവ്സ്. ഞാനത് ചെറിയ ഒരു പിടിയേ ഇടുന്നുള്ളൂ. മേത്തി ലീവ്സ് അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഓക്കെ. ഈ സ്റ്റേജിൽ നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ് ഇടും. ഓക്കെ. നമ്മൾ ഉപ്പ് ഇതുവരെ ഇട്ടില്ല. സോയാ സോസ് ഇടുന്നതുകൊണ്ട് ഉപ്പിൻ്റെ അളവൊന്ന് നോക്കണം. ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം. ഓക്കെ. ഈ കൂട്ടത്തിൽ തന്നെ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ച ബ്രിഞ്ചോളും ഇടും. ഈ ബ്രിഞ്ചോൾ നമ്മൾ ഓവർ കുക്ക് ചെയ്യത്തില്ല. ഒന്ന് ആവി കയറിയാൽ മതി. ഒരുപാട് കയറി അങ്ങ് കുക്കായി പോലെ. ഇതിൻ്റെ കൂടെ നമ്മുടെ ക്രഷ്ഡ് പെപ്പറും, വറ്റൽമുളക് ക്രഷ് ചെയ്ത്, ചുമന്ന വറ്റൽമുളക് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തത്. അത് ഞാൻ ഇച്ചിരി സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇത്രയും ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അത്രയും വേണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കുറച്ചെടുത്താൽ മതി. ഇനിയും ഇതൊന്ന് ആവി കയറട്ടെ. ഈ റെഡ് ക്യാപ്സിക്കം ഞാനിവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഗ്രീൻ ക്യാപ്സിക്കം വേണമെങ്കിലും ഇടാം. ബെൽ പെപ്പേഴ്സ് റെഡ് ഞാൻ എടുത്തേക്കുന്ന റെഡാണ് വേണ്ടി. ഇതൊന്ന് അടച്ച് സ്റ്റീം ഒന്ന് കയറട്ടെ.
കണ്ടോ ഇങ്ങനെ ഇരിക്കും. ഇത് ഒരുപാട് അങ്ങ് അവിഞ്ഞ് പോലെ നമ്മൾ ഒന്ന് സ്റ്റീം കയറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് ഇതുപോലെ തന്നെ ഇരിക്കണം, അങ്ങ് ഉടഞ്ഞു പോകാതെ കേട്ടോ. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഞാൻ ഉപ്പ് ഒന്ന് ലേശം ഒരു ഇച്ചിരി ഇട്ടിട്ടേ ഉള്ളൂ, കാരണം സോയാ സോസിൻ്റെ ഉപ്പ് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഇനി നമ്മൾ ഗാർണിഷിങ്ങിലോട്ടാണ് പോകുന്നത്. കുറച്ച് വെള്ള എള്ള്, ഉള്ളിത്തണ്ട്, പിന്നെ മല്ലിയില, ഇതൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ടാണ്. അപ്പം കുറച്ച് മതി. തീർന്നു, ഓഫ് ചെയ്യുക. എന്ത് സിമ്പിളാണ്. അപ്പോൾ പെട്ടെന്നൊരു വെജിറ്റബിൾ ഡിഷ് നിങ്ങൾക്ക് വെക്കണമെങ്കിൽ ദാണ്ട് ഇത് മതി. അപ്പം നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ബ്രിഞ്ചോൾ ആൻഡ് സെസമി ഓയിൽ, നല്ലെണ്ണയും വഴുതനങ്ങയും ഇട്ട് ഒരു ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായത് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു ചോറും ചപ്പാത്തിയും ഒരു വെജിറ്റബിൾ സൈഡ് ഡിഷ് ധാരാളം മതി, നല്ലതായിട്ട് കഴിക്കുകയും ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുക. എനിക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇൻസ്പയർ ആൻഡ് ലീഡിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഡു കീപ്പ് ഓൺ സപ്പോർട്ടിങ്. പിന്നെന്താ, ഡു സബ്സ്ക്രൈബ് ആൻഡ് വാച്ച് മൈ അതർ വീഡിയോസ് ടു. Until next time, this is Preetha. Take care.